മെച്ചൂറായ ഫ്ലവർ ചെയ്യാൻ സാധ്യതയുള്ള പ്ലാന്റുകൾ പ്രൂൺ ചെയ്തതിന് ശേഷം SOP അടിച്ചപ്പോൾ അതിൽ നിറയെ ഇപ്പോൾ ഫ്രൂട്ട് വിളഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള പ്ലാന്റുകളിൽ നിന്ന് ഫ്രൂട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. സ്ട്രോബെറി റെഡ് ഗുവ പഴുത്തിട്ടുണ്ട്, നിറയെ ഉണ്ടായിട്ടുണ്ട്. നമുക്കിതൊന്ന് പൊട്ടിച്ച് അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് നോക്കാം. സ്ട്രോബെറി ഗുവ പൊട്ടിച്ചെടുക്കുകയാണ്. ഇവിടെ കൊല പോലെയാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇത്തവണ നിറയെ ഇല മൂടിയതുകൊണ്ട് പക്ഷികളൊന്നും അറ്റാക്ക് ചെയ്തില്ല. ഇവിടെയൊക്കെ കൊല പോലെയാണ് സ്ട്രോബെറി ഗുവ. സ്ട്രോബെറി ഗുവ ഇങ്ങനെ കൊല പോലെ സ്ട്രോബെറി പേര കായ്ക്കുന്നതിനൊരു രഹസ്യമുണ്ട്. അപ്പോൾ നമുക്കൊരു പഴം പൊട്ടിച്ച് കഴിച്ചതിന് ശേഷം ആ രഹസ്യം കൂടി ഒന്ന് നോക്കാം. നമ്മൾ നടുന്ന പ്ലാന്റുകളിൽ നല്ല രീതിയിൽ ഫ്രൂട്ട് ഉണ്ടാകാനായിട്ട് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ നന്നായി തന്നെ ഫ്രൂട്ടുകൾ ഉണ്ടാവും. അപ്പോൾ നമുക്കിത് ഒരെണ്ണം കഴിച്ചിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കാം. നമ്മളിപ്പോൾ പൊട്ടിച്ചെടുത്ത സ്ട്രോബെറി ഗുവ നമുക്കൊന്ന് കഴിച്ചു നോക്കാം. നിറയെ സീഡുണ്ട് അതിൽ, നല്ല ഫ്രഷാണ്. സ്ട്രോബെറി ഗുവ പ്രൂൺ ചെയ്ത് SOP സ്പ്രേ ചെയ്തതിന് ശേഷം നിറയെ ഉണ്ടായിരിക്കുകയാണ്. ഇനി നമുക്കിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. നല്ല ഫ്രഷാണ്, സീഡുകളുണ്ട്. സീഡോടുകൂടെ നമുക്ക് കഴിക്കാം. നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ, നല്ല മധുരമുണ്ട്. ഇമ്മച്ചുറായ അത്തിയിൽ SOP സ്പ്രേ ചെയ്തു. ഏകദേശം ഈ അത്തിയിലൊരു 7-8ഓളം കായ്കൾ നമുക്ക് കിട്ടിയത് ടർക്കിഷ് ബ്രൗൺ ആണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഒക്കെ 3-4ഓളം ഫ്രൂട്ടുകൾ വിളഞ്ഞു കിടക്കുകയാണ്. പുതിയ ഫ്രൂട്ടുകൾ ഇവിടെ ഉണ്ടായി വരുന്നുണ്ട്. നമ്മുടെ ബെറാപ്പിളൊക്കെ SOP സ്പ്രേ ചെയ്ത് ഇങ്ങനെ പാകമായി വരുന്നു. ഉണ്ടോ, ബെറാപ്പിളൊക്കെ പിടിച്ചിട്ടുണ്ട്. അതുപോലെ പേരകളൊക്കെ നിറയെ ടൈപ്പിംഗ് ഒരു 10-30ഓളം പേരയ്ക്ക ഈ ഒരു ഡ്രമ്മിലെ പ്ലാന്റിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ടർക്കിഷ് ബ്രൗൺ ഒന്ന് പൊട്ടിച്ച് നമുക്കൊന്ന് കഴിക്കാം. ഇവിടെ ഇത് വിളഞ്ഞു വരുന്നുണ്ട്. നല്ല വിളഞ്ഞ് പാകമായ ടർക്കിഷ് ബ്രൗൺ അത്തി, നല്ല കളറുണ്ട്. നിറയെ സീഡുകളാണ്. സീഡുള്ള ഫ്രൂട്ടുകൾക്ക് പ്രത്യേകമായിട്ടുള്ള ചില ഗുണങ്ങളുണ്ട്. മധുരമുണ്ട്, നല്ല ഫ്ലേവറുണ്ട്. അപ്പോൾ അത്തിപ്പഴം നമ്മുടെ നാട്ടിലും വേണ്ട രീതിയിൽ പരിപാലിച്ച് കഴിഞ്ഞാൽ നന്നായിട്ടുണ്ടാകും. ഫ്രഷ് അത്തി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക അനുഭവമാണ്. നമുക്ക് ചേട്ടൻ്റെ വീട്ടിലെ അത്തിപ്പഴം എങ്ങനെയാണ് നോക്കാം. പറിച്ചോട്ടെ. ഞാൻ അത്തിപ്പഴം പറിച്ചിട്ടുണ്ട്, ഒന്ന് കഴിച്ചു നോക്കട്ടെ. ഹായ്, നല്ല ടേസ്റ്റാണ്, നല്ല മധുരമാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ കുറേ അത്തിമരങ്ങൾ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഇത്രയും ടേസ്റ്റുള്ള അത്തി ഇതുവരെ കിട്ടിയിട്ടില്ല. നല്ല ടേസ്റ്റാണ്. സ്ട്രോബെറി പേരയും കൂടെ അദ്ദേഹം ഒന്ന് പൊട്ടിച്ച് അതിൻ്റെ ടേസ്റ്റ് കൂടെ. ഞാൻ എൻ്റെ വീട്ടിലെ സ്ട്രോബെറി പേര വെച്ചിട്ടുണ്ട്, പക്ഷേ അത് 15 വർഷമായിട്ടും കായ്ച്ചില്ല. അപ്പോൾ ഞാൻ അത് അന്വേഷിച്ചപ്പോൾ സ്ട്രോബെറി പേര ഇവിടെ കായ്ക്കുന്ന സാധനം അല്ല എന്നാണ് അറിയാൻ പറ്റിയത്. അപ്പോൾ ഞാൻ ചേട്ടൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഇവിടെ നല്ലൊരു സ്ട്രോബെറി പേര നിൽക്കുന്നത് കണ്ടു. അതിലൊരു പേരയ്ക്കുണ്ട്, കുറേ പേരയ്ക്കകളുണ്ട്. ഞാനൊരു പേരയ്ക്ക ഒന്ന് പിടിച്ചോട്ടെ. നല്ലൊരു സ്ട്രോബെറി പേരയ്ക്കാണ്. ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. നല്ല ടേസ്റ്റാണ്. ഇത് നല്ലവണ്ണം പഴുത്തിട്ടില്ല. പഴുക്കാത്തതിന് ഒരു ചെറിയ പുളി രസമുണ്ട്, മധുരവും ഉണ്ട്. എന്നാൽ നല്ലവണ്ണം പഴുത്താൽ അത് നല്ല മധുരമായിരിക്കും. നല്ല പേരയ്ക്കാണ്. പ്രൂൺ ചെയ്ത് SOP സ്പ്രേ ചെയ്ത് കൊടുത്ത പ്ലാന്റുകളുടെ ഫ്രൂട്ട് നമ്മൾ കഴിച്ചു. ഇനി SOP സ്പ്രേ ചെയ്തതിന് ശേഷം ഫ്ലവർ ചെയ്തിരിക്കുന്ന പ്ലാന്റുകൾക്ക് നമ്മൾ SOPയും ബോറോണും സ്പ്രേ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അത് നമുക്ക്
അളന്നെടുക്കാം. SOP ആണിത്. നമുക്കിത് ഓൺലൈൻ വഴിയും കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. SOP. അപ്പം ഇത് ഞാൻ 1 ലിറ്റർ വെള്ളത്തിൽ 4 ഗ്രാമാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ SOP സ്പ്രേ ചെയ്ത് കഴിഞ്ഞ ശേഷം ഫ്ലവർ ചെയ്ത പ്ലാന്റുകൾക്ക് SOP 1 ലിറ്റർ വെള്ളത്തിൽ 4 ഗ്രാം. അതുപോലെ ഇത് ബോറോൺ ആണ്. ബോറോൺ ഇത് നമുക്ക് കടകളിൽ വാങ്ങിക്കാൻ കിട്ടും. ഇത് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ, അതായത് 4 ഗ്രാം SOPയും 2 ഗ്രാം ബോറോണും 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് കൂട്ടത്തിൽ നമ്മൾ ഈ കൊടുക്കുന്നത് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്സൈ ഏറ്റിയും കൂടെ ഞാൻ ഈ കൂട്ടത്തിൽ ചേർക്കുന്നുണ്ട്. 1 ലിറ്റർ വെള്ളത്തിൽ 1 മില്ലി എന്ന തോതിലാണ് ഇത് കൊടുക്കുന്നത്. അപ്പം ഞാനൊരു വേവിംഗ് മെഷീൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് അളന്നെടുക്കാം. SOP സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് 4 ഗ്രാമാണ്. 4 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ബോറോൺ ആണ്. ബോറോൺ 2 ഗ്രാമാണ്. 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ബോറോൺ 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ നമ്മൾ ഇട്ട് കൊടുത്തു. ഇത് അപ്സ 80 ആണ്. ഇതൊരു അഡ്ജൻ്റാണ്. പ്ലാന്റിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ സഹായിക്കുകയും അതുപോലെ ഒരു പശ പോലെ ഒട്ടിപ്പിടിച്ചിരിക്കാനൊക്കെ സഹായിക്കുന്ന നല്ലൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഇത് 1 മില്ലിയാണ് നമ്മൾ 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് പുലാസൻ്റെ പ്ലാന്റാണ്. ഈ പ്ലാന്റിൽ നമ്മൾ ഡിസംബറിൽ SOP സ്പ്രേ ചെയ്ത് കൊടുത്തിരുന്നു. അപ്പോൾ അതിനുശേഷം ഇതിപ്പോൾ നിറയെ ഫ്ലവർ ചെയ്തിരിക്കുക. നമുക്കറിയാം പുലാസാന് പൊതുവെ പേട്ടുകായ്ക്കൾ കൂടുതലാണ്, കാപിടുത്തം കുറവുള്ള ഇനമാണ് പൊതുവെ നമ്മുടെ നാട്ടിലുള്ളത്. അപ്പോൾ മാക്സിമം നമുക്ക് ഇതിൽ കാവ് പിടിപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പോൾ അതുകൊണ്ട് നമ്മളിതിൽ SOP 4 ഗ്രാമും ബോറോൺ 2 ഗ്രാമും 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ ഇപ്പോൾ ഇതിന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. കൂട്ടത്തിൽ അപ്സൈറ്റും കൂടെ ചേർത്തിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് കാപിടുത്തമുള്ള മറ്റൊരു ഇനം കൂടെ എനിക്കുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഫ്ലവറുകളിൽ ഇപ്പോൾ വിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിതിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇലകളിലും സ്പ്രേ ചെയ്യുന്നത് നല്ലതാണ്. നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്യുമ്പോൾ ഇലയുടെ അടിയിലും മുകളിലും സ്പ്രേ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇപ്പോൾ രാവിലെ സമയം 7 മണി, ഏകദേശം 7 മണി ആയിരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഫ്ലവർ ചെയ്ത പുലാസാന് SOPയും ബോറോണും സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ നല്ല ടേസ്റ്റുള്ള ഗ്രീൻ ചാമ്പയാണ്. ഇതിൽ നമ്മൾ ഡിസംബറിൽ SOP 4 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ തോതിൽ സ്പ്രേ ചെയ്ത് കൊടുത്തിരുന്നു. നിറയെ പൂക്കളാണ്. ചാമ്പയ്ക്ക പിടിച്ച് വരുന്നുണ്ട്, അതുപോലെ ഫ്ലവറൊക്കെ വിരിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ SOP 4 ഗ്രാമും ബോറോൺ 2 ഗ്രാമും 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ ഇതിനും സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. പ്രൂണിങ് നടത്തി SOP സ്പ്രേ ചെയ്തതിന് ശേഷം ഈ ചാമ്പയിൽ ഇപ്പോൾ നിറയെ മുട്ടകൾ വന്നിരിക്കുകയാണ്. ഇതാണ് നമ്മൾ പ്രൂൺ ചെയ്ത് SOP അടിച്ചു കഴിയുമ്പോൾ ഫ്ലവർ ചെയ്യാൻ മെച്യൂറായിട്ടുള്ള പ്ലാന്റുകളൊക്കെ പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് ടെൻഡൻസി കാണിക്കും. നന്നായിട്ട് ഇലകളുടെ അടിയിലും മുകളിലും നല്ല രീതിയിൽ SOP സ്പ്രേ ചെയ്ത് കൊടുത്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. ചാമ്പ നിറയെ ഫ്ലവർ ചെയ്തിരിക്കുകയാണ്. റംബൂട്ടാനൊക്കെ SOP അടിക്കാനുള്ള ഒരു സമയമാണിപ്പോൾ. ഇപ്പോൾ അടിച്ചു കൊടുത്താൽ ചിലപ്പോൾ നമുക്ക് നേരത്തെ ഫ്ലവർ ചെയ്യുമായിരിക്കാം. കഴിഞ്ഞ തവണ ലേറ്റായിട്ടാണ് ഫ്ലവർ ചെയ്തത്. പക്ഷേ എനിക്കിവിടെ എൻ്റെ റംബൂട്ടാൻ നേരത്തെ തന്നെ ഫ്ലവർ ചെയ്ത് ഞാനൊരു മെയിലൊക്കെ ഫ്രൂട്ട് എടുത്തിരുന്നു. നമുക്ക് SOP സ്പ്രേ ചെയ്ത് കൊടുക്കാം. 1 ലിറ്റർ വെള്ളത്തിൽ
ഗ്രാം എന്ന തോതിലാണ് സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് സ്പ്രേ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ തളിരുകൾ വന്നിരിക്കുമ്പോൾ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് പ്രയോജനമില്ല. അപ്പോൾ ഈ റംബൂട്ടാൻ ഇപ്പോൾ തളിരിലകളൊന്നും ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതുപോലെ മറ്റ് റംബൂട്ടാനൊക്കെ എൻ്റെ സീസറുണ്ട്, N18 ഉണ്ട്, അങ്ങനെയുള്ള എല്ലാ റംബൂട്ടാനുകളും ഇപ്പോൾ തളിരില്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ നമ്മൾ സ്പ്രേ ചെയ്യാൻ പോവാണ്. കൂടാതെ ദുരയാൻ, മംഗോസ്റ്റിനൊക്കെ ഫെബ്രുവരിയിലൊക്കെ ഫ്ലവർ ചെയ്യാൻ സാധ്യതയുണ്ട്. ഫ്ലവർ ചെയ്യാൻ സാധ്യതയുള്ള നമ്മുടെ എല്ലാ പ്ലാന്റുകൾക്കും നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇത് രാവിലെ 7 മണിക്ക് 7 മണിയോട് അടുത്തൊരു സമയമാണ്. അപ്പോൾ ഞാനിതിന് സ്പ്രേ ചെയ്യാൻ പോവുകയാണ്. ഇലകളുടെ അടിയിലും മുകളിലുമായിട്ട് നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. രാവിലെ സമയമാണ് ഏറ്റവും നല്ലത്. ഇലകളുടെ അടിയിലും മുകളിലുമായിട്ട് നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. എനിക്കിവിടെ എഡോ ലോങ്ങൻ ഇപ്പോൾ സ്പ്രേ ചെയ്യേണ്ട ടൈമാണ്. പക്ഷേ തളിരിലകൾ വന്നിട്ട് അത് പയ്യെ മൂത്ത് തുടങ്ങിയെന്നുള്ളൂ. അപ്പോൾ ഞാനത് നന്നായിട്ട് അത് ഇല മൂത്തതിന് ശേഷം അടുത്ത ദിവസങ്ങളിൽ തന്നെ അതിനും SOP സ്പ്രേ ചെയ്ത് കൊടുക്കും. ഇതെൻ്റെ മംഗോസ്റ്റിൻ്റെ പ്ലാന്റാണ്. മംഗോസ്റ്റിനൊക്കെ ഫെബ്രുവരി മാസത്തിലാണ് ഫ്ലവർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ മംഗോസ്റ്റിനും ഇലകളുടെ അടിയിലും മുകളിലൊക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. SOP നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഫ്ലവർ ഉണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ പ്ലാന്റുകൾക്കും നമുക്ക് തളിര് ഇലകളില്ലെങ്കിൽ ഇപ്രകാരം രാവിലെ ടൈമിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്.